എല്ലാവർക്കും നമസ്കാരം. ചക്കീസ് ടൈലറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് ചുരിദാറിനും ഫ്രോക്ക് നൈറ്റിക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ്. ഇത് ഒരു ഫ്രോക്ക് നൈറ്റിക്കും വെട്ടി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കഴുത്തിൽ ഒരു 2.5 ഇഞ്ച് കഴുത്ത് അകലം ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇറക്കം ഒരു 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. 7 ഇഞ്ചൊക്കെ ആകുമ്പോൾ ഒത്തിരി വൈഡായി ഒന്നും പോകുമൊന്നുമില്ല. പിന്നെ നമുക്കൊരു ബോക്സാക്കി വരച്ചെടുക്കാം. ഇതിൽ ഞാനൊരു വൈഡ് വി ആണ് വരയ്ക്കണത്. സ്ട്രെയിറ്റ് വി അല്ല. സ്ട്രെയിറ്റ് വി ആകുമ്പോൾ നമ്മളിങ്ങനെ ഒതുങ്ങിപ്പോകും, ഇത്ര അങ്ങോട്ട് ഒതുങ്ങിപ്പോകും. അപ്പോൾ ഇതൊരു വൈഡ് വി ആണ് വരയ്ക്കണേ. അപ്പം നമ്മൾ ഈ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം. അപ്പോൾ ഈ വൈഡ് വി ആയതുകൊണ്ടാണ് ഞാനിത് 7 ഇഞ്ച് എടുത്തത്. ഇത് യുഒ വി വേറെ എന്തെങ്കിലും കഴുത്തൊക്കെ ആയിരുന്നു വെച്ചെങ്കിൽ 6 ഇഞ്ച് മതിയായിരുന്നു. 1 ഇഞ്ച് കൂടി കുറച്ചെടുത്താൽ മതിയായിരുന്നു. പിന്നെ ഇത് ഇച്ചിരി ഒരു 38 സൈസ് ഉള്ള ആളുടെയാണ്. അത് കാരണം ഇത്രയും കഴുത്തിരുന്നെന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെക്കൂലേ, സ്ലീവ് കഴിഞ്ഞിട്ട് സൈഡ് വിട്ട് കളയുന്ന പീസിൻ്റെ ഒരു 3 പീസ് അല്ലെങ്കിൽ 2 പീസാണെങ്കിലും മതി. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ക്രോസ് പീസ് എടുക്കണം. ക്രോസ് പീസ് എടുക്കുമ്പോൾ ഒരു 2 ഇഞ്ച് വീതിക്ക് ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ ക്രോസ് പീസ് ബാക്ക് നെക്കിന് മാത്രമാണ് എടുക്കാറുള്ളൂ. അപ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് വീതി മതിയായിരുന്നു. ഇതിപ്പോൾ ഇത്ര 2 ഇഞ്ച് വീതിക്ക് നമുക്ക് കുറച്ചധികം ക്രോസ് പീസുകൾ വേണം. ഞാൻ ഇത് ഇത്രയധികം ക്രോസ് പീസ് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റിബൺ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ നെക്ക് ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നിലെ ക്യാൻവാസിൽ വെട്ടിയിട്ടാണ് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മറിക്കണത്. ഇന്നിപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഫ്രണ്ടും ബാക്കും നെക്ക് കട്ട് ചെയ്തിട്ട് ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുവാണ്. ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഈ എൻഡ് ഭാഗത്ത് നിന്നും താഴേക്ക്, അതിപ്പോൾ ഇടത് ഭാഗത്തേക്കോ വലത് ഭാഗത്തേക്കോ നമ്മളുടെ ഇഷ്ടത്തിന് അനുസരിച്ചാവാം. ഞാനിത് ഇടത് ഭാഗത്തേക്കാണ്. ഈ എൻഡിൽ നിന്നും ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നെക്കിൻ്റെ എൻഡും ഇത് ചെസ്റ്റ് ഭാഗത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചിടാം. ഇത് ഉൾഭാഗമാണ്. ഉൾഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇതാണ് ഇടതുഭാഗം. അങ്ങോട്ടേക്കാണ് ഞാനൊരു ലൈൻ വരച്ചേക്കണേ. അതിൻ്റെ ഈ ഇടതുഭാഗത്ത് നിന്നും അപ്പം ഞാൻ ഇവിടെ ഒരു മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഇടതുഭാഗത്ത് ഇങ്ങനെ 2 ചോക്കിന് വെറുതെ ഒരു മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണത്. ക്രോസ് പീസ് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കാം. കോട്ടൺ ആയത് കാരണം ഇങ്ങനെ മടങ്ങി തന്നെ ഇരുന്നോളും. ഇനി ഈ എൻഡിൽ കുത്തിയിട്ട് കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ തയ്യൽ തുമ്പ് വിട്ടേക്കണം. കുറച്ച് ഭാഗം ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റി കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് പീസും കൂടി ചേർത്ത് ഇങ്ങനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത്
നമ്മൾ ഈ എൻഡിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം. ഈ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് ഇതിങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇത്രയും ഒരു ബാലൻസ് നമുക്ക് ഇങ്ങനെ ഇവിടം വരെ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. അതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിന് നല്ല ഭാഗത്തേക്ക് മറിച്ച് വെച്ചിട്ട് നമ്മളുടെ ഈ ക്രോസ് പീസ് എല്ലാം പുറത്തേക്ക് എടുക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇങ്ങനെ വീണ്ടും നല്ല ഭാഗത്തേക്ക് മറിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയും വീതിയിൽ കിട്ടി. ഇത്രയും വീതി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ 2 ഇഞ്ച് വീതിക്ക് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇത്രയും വീതി വേണ്ട എങ്കിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനുള്ള വീതി മതിയാവും. അപ്പോൾ ഞാൻ ചെയ്യണത് ഇത്രയും വീതിയിലാണ്. എന്നാലാണ് നമുക്ക് ഈ പടി വെച്ചത്, അതായത് ഈ ക്രോസ് പീസ് കൊണ്ട് ഇങ്ങനെ വെച്ചത് ഒന്ന് കാണുകയുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ മീതെ കൂടി, അതായത് ഈ ക്രോസ് പീസിൻ്റെ ഈ എൻഡില്ലേ അത് ഇങ്ങനെ വെച്ചിട്ട് ഈ അരികത്ത് കൂടി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് നമ്മളിതിങ്ങനെ ചുറ്റുമെത്തിക്കാം. നമ്മളിതേ ഇവിടെ ഈ എൻഡിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ തുറന്നിരിക്കുകയാണ്. ഈ ക്രോസ് പീസ് നമ്മുടെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ വരച്ചില്ലേ സൈഡിലേക്ക് വരച്ചതിലേക്ക് ഇതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്നോടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. കാണുന്നുണ്ടോ? ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്നോടെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ ഈ എൻഡിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോടത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരണം കേട്ടോ. ഇങ്ങനെ ഈ വരച്ചതിലൂടെ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇറക്കുക. ഉണ്ടോ? നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇറക്കിയിട്ടുണ്ട്. ഒരു സൈഡിലേക്കാണത്. നമ്മൾ ഇതിൻ്റെ നെക്കിൻ്റെ ഈ എൻഡിൽ നിന്നും ജസ്റ്റ് ഒരു സൈഡിലേക്കാണ് ഈ ക്രോസ് പീസ് നമ്മളിവിടെ കൊടുന്ന് ഇറക്കിയേക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മീതെ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ്. അതായത് ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത ഭാഗം ഇങ്ങനെ തുറന്നിരിക്കും. ഇവിടം വരെ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇതും കൂടി ക്ലോസ് ചെയ്തേക്കാം. അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലുക്ക് ഈ രീതിക്കാണ് വരുന്നത്. നമുക്കെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി അതെങ്ങനെ ഉണ്ടാവും നോക്കാം കേട്ടോ. തയ്ച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലുക്ക് വരുന്നത് ഈ രീതിക്കാണ്. കൈക്ക് ഞാൻ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട്. സെയിം ഡിസൈനിൽ തന്നെ വരുന്ന വേറൊരു ഫ്രോക്ക് നൈറ്റിയാണിത്. ഇതിൻ്റെ സ്ലീവ് പഫൊക്കെ വെച്ചതാണ്. ഏതെങ്കിലും വേറൊരു കളറും കൂടി ആണെങ്കിൽ ഇത്തിരിയും കൂടി ഭംഗിയുണ്ടാവും. നമ്മൾ ചുരിദാറിന് ഇങ്ങനെ ചെയ്താലും ഭംഗിയായിരിക്കും. ബോട്ടത്തിൻ്റെ മെറ്റീരിയലിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതായിരിക്കും ഇച്ചിരിയും കൂടി ഭംഗിയാവാൻ സാധ്യത കൂടുതൽ ചുരിദാറിനാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.